ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മ വൈകുന്നേരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് ആലോചിക്കുക. ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങോട്ട് എത്തിപ്പെടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഭയങ്കര നേരത്തെ ഒന്നുമല്ല, ചില സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളി മുറിക്കുന്നുണ്ട്. അപ്പോൾ അത് തോജെടുത്ത് തിന്നുന്നുണ്ട്. പിന്നെ പുതിന, മല്ലി അതൊക്കെ വേണം ഇതിലേക്ക്. അതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മുട്ട പൊട്ടിക്കണം. 3 മുട്ടയാണ് നമ്മൾ ഈ സാധനത്തിന് വേണ്ടി എടുക്കുന്നത്. അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ സാധനം എന്ന് പറയല്ലാതെ ഞാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്നത് എഗ് ഗ്രീൻ പീസാണ്, മുട്ട ഗ്രീൻ പീസ്. അപ്പോൾ അതാ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏതൊക്കെ മുറിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത് പരിവായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാട്ടിയെടുക്കുകയാണ്. ഈ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി, മുളക്, മല്ലിയില, പുതിനയില അതൊക്കെ കൂടി ആദ്യം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും മുളകും ഒക്കെ കൂടി വേറെ സെപ്പറേറ്റ് ഒന്നുമല്ല, ഒറ്റയടിക്ക് തന്നെ വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു തരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ അതൊന്ന് വാടി വരുമ്പോൾ ഭയങ്കരമായിട്ട് വാടും വേണ്ട. പക്ഷേ ഞങ്ങളൊന്നിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇളക്കി വന്നപ്പോൾ ഭയങ്കരമായി വാടിപ്പോയി. പിന്നെ നമുക്ക് വേറൊരു ഫോൾട്ട് പറ്റിയത്, നമ്മളിത് ഉള്ളി കട്ട് ചെയ്യുമ്പോൾ ചോപ്പർ വെച്ച് കട്ട് ചെയ്യുന്ന മാതിരി അത്ര കുനുകുനാ മുറിക്കണമായിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഇലകളൊക്കെ ഇട്ട് മല്ലി, പുതിന, കറിവേപ്പില അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ മുട്ടയും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ മിക്സിങ് അത്ര പോരായിരുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ കുറച്ച് കട്ട പോലെ ആയിട്ടുണ്ട് മുട്ട. എന്നിട്ട് പിന്നെ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചു. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. വീഡിയോയിലുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി സാധനം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുട്ട ഗ്രീൻ പീസ്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കഴിക്കാനുള്ളത് മാത്രം മാറ്റുകയാണ് കേട്ടോ. ഒരു ഇത്തിരി എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ എല്ലാവർക്കും വിളമ്പുകയാണ് കൂട്ടത്തിൽ തന്നെ. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. കൂട്ടത്തിലൊപ്പം കുടിക്കാൻ കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ തോജോനും കൊടുത്തിട്ടുണ്ട്. അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് പൊതുവേ കടല ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ അവന് അമ്മമ്മ വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. ഏകദേശം ഈ കൊടുത്തതൊക്കെ അവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വയ്ക്കുമ്പോഴേക്കാണ് നമുക്ക് കൂട്ടത്തിൽ വേറൊരു സാധനം കൂടി വന്നത്. നമ്മുടെ തൊട്ട അയൽവാസി നമുക്ക് സമൂസ കൊണ്ടുവന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരോ സമൂസയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് അത് എത്തിയതുകൊണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ സമൂസയാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും ഉണ്ട്. അവൻ അവിടെ കിടന്ന് കഴിക്കുന്നുണ്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും